വീഡിയോൻ്റെ തുടക്കത്തിലേ എനിക്ക് ഇൻട്രോ പറയാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം അമ്പലത്തിൽ പോകേണ്ട തിരക്കിൽ ഓടിപ്പിടഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും കുളിക്കലും പുറപ്പെടലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇതേ അമ്മ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ അമ്പലത്തിലേക്ക് ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദർശനം കൂടിയിട്ട് ഇത് ഇറങ്ങിയിട്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഷടപടയെന്നായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 7:45 നമ്മൾ എണീറ്റിട്ട് പിന്നെ വേഗം അപ്പോഴാണ് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് കുളിച്ച് ഇറങ്ങിയിട്ടാ. പാദർശനൊക്കെ അച്ചാച്ചനൊക്കെ മുണ്ടൊക്കെ കൊണ്ടുനടക്കാൻ പോയി വന്ന് അവൾക്ക് ആ സമയം കൊണ്ട് ഞാൻ കുളിച്ച് മാറ്റിയിട്ടാ. ഈ ചേച്ചിയൊക്കെ വരുമ്പോ എന്തായാലും ഉച്ച കൂട്ടാം. അപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ഓണം. മുഖത്ത് ഇങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ വീട്ടില് പൂക്കളൊന്നും ഇടണില്ല. അങ്ങനെ നമുക്ക് ഓണം ഉണ്ട്, പക്ഷെ പൂക്കളൊന്നും എന്താ പറയാ പൂക്കളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ പരിപാടിയൊക്കെ ഉണ്ട്, അടിപൊളി പരിപാടിയാണ് കേട്ടോ. ഡാൻസ്, അതുപോലെ തന്നെ ഓണത്തിന്റെ ഒരു എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഞാൻ പോയി. രാത്രി എത്ര മണിക്കാ പോയേ? രാത്രി 10:30 ആകുമ്പോ 8 മണിയാകുമ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ നാസിക് ഡോളൊക്കെ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, യാത്രശേട്ടൻ പോയിട്ടാ. അങ്ങനെ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോട്ടേട്ടാ. ഗൈസ്, ഞങ്ങളിപ്പോ പോണത് വടക്കുന്നാഥനിക്ക് ആട്ടെ. ഞാൻ വടക്കുന്നാഥനിക്ക് പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാവിലെ എനിക്ക് കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറെ ദൂരല്ലേ പറഞ്ഞിട്ട് ഇവിടെ കുറ്റിയങ്കാവിക്ക് പോകാന്ന് വിചാരിച്ചേ. പക്ഷെ ഞങ്ങള് ഇവിടെ ഇറങ്ങിയപ്പോ ഞാൻ ആദർശേടത്ത് ചോദിച്ചപ്പോ ആദർശേടൻ പിന്നെ കൊണ്ടുപോകാൻ പറയും. എങ്ങനത്തെ ചോദിച്ചതെന്ന് ചോദിക്കി. ഞാൻ ഇതുവരെ അവിടെ പോയില്ല, ഇവിടെ പോയില്ല, ആരും കൊണ്ടായില്ല. അങ്ങനെയാണ് ഇങ്ങനെ 2 സെന്റി കഴിച്ചിട്ടേ സംഭവം ശരിയാണ്. ഞാൻ ഇതുവരെ അവിടുത്തെ പോയിട്ട് വലിയ പൂക്കളം കണ്ടിട്ടില്ല, പുലിക്കല്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഇതാക്കിയപ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങള് 2 പേരും കൂടി പോവാനുണ്ടാവും. നമ്മള് ലാസ്റ്റ് എന്താ വടക്കുന്നാഥനിക്ക് പോയത്. ഞാൻ എന്റെ കല്യാണത്തിന് കുറച്ച് മുന്നേ ഫ്രണ്ട്സ് ആയിട്ട് പോയതാ. പിന്നെ ഞാൻ ആദർശാനും കൂടിയിട്ട് വടക്കുന്നാഥനിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വീണ്ടും തിരക്കുണ്ടോന്ന് അറിഞ്ഞൂടാട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ നല്ല തിരക്കാണ്. വണ്ടി പക്ഷെ ഓണൊക്കെ അല്ലേ, അറിഞ്ഞൂടാ. അതല്ല, വണ്ടി പാർക്ക് ചെയ്യണ്ടേ? ഇപ്പൊ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുമോ? ബൈക്കൊക്കെ ആണ് സുഖ. കാർ ഇപ്പൊ എവിടെ? ഞാനിപ്പോ ആലോചിക്കുന്നത് എവിടെ കൊണ്ടേ ഓരോരുത്തർ കളറായിട്ടാണ് പോകുന്നതൊക്കെ. നമ്മളും സെയിം അല്ലേ? എന്റെ ഓണക്കൂടി നമ്മുടെ തന്താ ഞാൻ ആദർശന്റെ പിറന്നാളിലെടുത്തതായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇട്ടു. പക്ഷെ ഇത് മാച്ചായിട്ടോ. ഏതാണ്ട് കളറൊക്കെ ഏതാണ്ട് ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മള് തൃശ്ശൂര് എത്താറായി. പിന്നെ കളർ ഒരേപോലെ ആക്കാനുള്ള സമയം ആവുന്നേല്ലോ. അതായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കളറായി. ഞാൻ ഇവിടേക്ക് ഒന്ന് വന്ന് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ വീണ്ടും മറന്നു. ബസ് കയറാനൊക്കെ എന്തിട്ടാ ഈരാളി ഇവിടെ ഉണ്ട്. ഒരു സ്ഥലം ഇവിടേക്കൊക്കെയാണ് സാന്ദ്ര വന്നിരിക്കാറ്. അമ്മയെ കാണുമ്പോ പേടിയൊന്നും ഞാൻ മാളൂനെയൊക്കെ കൂട്ടിട്ടോ. നമ്മള് അറിഞ്ഞില്ല, പെട്ടെന്നുള്ള തീരുമാനമായി. അവറ്റങ്ങൾ വന്നിടുന്നു കേട്ടാ. എല്ലാരും കൂടി പാർക്കിങ് നമ്മളെ ഓർമ്മയില്ലേ? അത് പാർക്ക് ഐ തിങ്ക് ഇവിടുന്നാണ് സാന്ദ്രയുടെ വീട്ടിക്ക് ബസ് കയറാം. സ്റ്റോപ്പിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ക്രോസ് മുല്ലപ്പൂ വേണ്ടട്ടോ. ഇവിടെ നിറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ. വണ്ടിയോട് പാർക്കിങ്ങിനൊക്കെ കയറ്റാൻ പോകുന്നത്. ഇവിടെ പൈസ കൊടുത്ത് പാർക്ക് ചെയ്യണ തോന്നുന്നു. നമ്മളെത്തി. ഇപ്പൊ നമ്മള് ചേട്ടന്റെ ഇത് കണ്ട് തിരക്കുണ്ട് പറഞ്ഞ് വരാതിരുന്നു വെച്ചെങ്കിൽ നമുക്ക് ഇതൊക്കെ മിസ്സാവില്ലേ? മഴ പെയ്യാതിരുന്നു. ഞങ്ങളിവിടെ എത്തി നടക്കാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോ തന്നെ നല്ലൊരു ഫീലിംഗ്, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാട്ടോ. അതൊക്കെ ഉണ്ട്, അതില്ലാതൊന്നും ഞാനും പറയില്ല. സംഭവം സെറ്റാണ്. നല്ല ഫീലുണ്ട്.
അങ്ങനെ ഞാനും ആദർശേണ്ണും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 2 നട കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ എൻട്രൻസ് കൂടെ കയറേണ്ടത് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നടക്കാണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ട്, എപ്പോഴത്തേക്കാളും തിരക്കുണ്ട്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാവണ രീതിക്ക് തൊഴാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പൂക്കളം അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ കുറേ പത്രത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനത്തെ വലിയ പൂക്കളം കാണണം എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആകെ കണ്ടത് 2 പൂക്കളായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ എൻട്രൻസ് ഇല്ലേ, നമ്മൾ തൊഴാൻ കയറുന്ന ഭാഗത്ത് ആ കയറിനോടത്ത് ഒരെണ്ണം, പിന്നെ കുറച്ചും കൂടെ ഇറങ്ങിയിട്ടും 2 പൂക്കൾ അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമേ കണ്ടുള്ളൂ. അത് നല്ല വലിയ ഇതിൽ ഭയങ്കരമായിട്ടുള്ളതൊന്നും കണ്ടില്ല. അത് ഏത് സൈഡിലാണോ ഇട്ടുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും ഇതേ തൊഴാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു പൂക്കളും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പൂക്കളും കേട്ടോ. അതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോൺ അലൗഡ് അല്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ അവിടെ പോയിട്ട്. പിന്നെ ഇതാ ആ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ അടുത്ത പൂക്കളം. ഇതിൻ്റെ ഓപ്പോസിറ്റിനായിട്ടാണ് അടുത്ത പൂക്കളം ഇട്ടുണ്ടായിരുന്നത്. രണ്ടും നോർമൽ സൈസിലായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ പൂക്കളല്ല, എന്നാലും നോർമൽ സൈസിന് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ആദർശനും പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. ഈ ഒരു പൂക്കളം പുലിക്കളിയുടെ ഒരു തീമിലായിരുന്നു കേട്ടോ വരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടുന്ന് കുറേ ദൂരം നടക്കാൻ. ഞങ്ങൾ ഏതോ അപ്പുറത്തെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ലേ. നമ്മൾക്ക് ഫസ്റ്റ് കണ്ടടുത്ത് കയറ്റി. ഇനി കുറച്ച് നടക്കാണ്ട്. ഈ ഒരു നടക്കിലൊക്കെ പൂക്കളിടുമോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. മുന്നൊക്കെ ഇട്ടായിരുന്നു തോന്നണു. ഞങ്ങളിതുപോലെ 3 നട നടന്നിട്ടാണ് വരണേ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു 4 നടല്ലേ, 4ാമത്തേലാണോ ഇനി വലിയ പൂക്കളെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ വെള്ളം തയ്ക്കുന്നുണ്ട് പറഞ്ഞിട്ട് ആദർശേട്ടൻ സർബത്ത് കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യത്തിന് ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ കുലുക്കി സർബത്തിനോട് എനിക്ക് വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ കുടിച്ചില്ല കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ ബൂസ്റ്റ് കുലുക്കി കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേട്ടൻ കുടിക്കുമ്പോൾ അതൊന്നും എന്തായാലും ഇഷ്കി കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഇത് ചേട്ടൻ എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുടിച്ചില്ല, ഞാൻ വേറെ വാങ്ങിക്കൊന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി. ഞാൻ ആദർശേട്ടന് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കണം. അപ്പം അതെടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ആദർശേട്ടനെ കടലക്കറി എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയതാട്ടാ. വീട്ടിലൊന്ന് പുട്ട ഉണ്ടാക്കിയേക്കുന്നത്. അമ്മ പുട്ടും പഴവും പപ്പടം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞാൻ ചെങ്ങി ഇന്നലെ ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ഒരു നേരം കഴിച്ചിട്ട് നേരെ കൊണ്ട് കളയും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് എങ്ങാനും വാങ്ങിക്കാം. ചേട്ടൻ പോയി നോക്കാൻ പോയിട്ടുണ്ട്. ഒറ്റ കട തുറന്നിട്ടില്ല. ഓണല്ലേ, എല്ലാവർക്കും ഓണം വൈബിലാവില്ല. പക്ഷെ അവിടെ ഒരു കട തുറന്നു കണ്ടിട്ടുണ്ട്. അവിടെ പോയി ചോദിച്ചോട്ടെ. ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ട് നോക്കി തുടങ്ങിയതാണ്ടാ. കിട്ടിയിട്ടുണ്ട് കേട്ടോ കടലക്കറിയും. പിന്നെ വേറെ എന്തോരം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. മഴ തുടങ്ങിയിട്ടാ. ഭാഗ്യം നമ്മൾ അവിടെ തുറന്ന സമയത്ത് നമുക്ക് മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ പറഞ്ഞാലേ അമ്മേനോട് പറഞ്ഞ അമ്മ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കടലക്കറിയൊക്കെ. സംഭവം ഇന്നെന്താ കറി ഉണ്ടാക്കിയമ്മ? അമ്മ പുട്ടും പഴവും പപ്പടവും അട പുഴുങ്ങിയത് അങ്ങനെ. പക്ഷെ എരിവുള്ളത് കഴിക്കാൻ തോന്നുന്നത്. മറ്റേ മധുരം രാവിലെ തന്നെ കഴിക്കുമ്പോൾ. പക്ഷെ അമ്മോട് പറഞ്ഞുണ്ടാക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കിയ അങ്ങനെ കൊണ്ട് വേസ്റ്റ് ആയി കളയുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ കുറച്ചെടുക്കും, ആവശ്യം കുറച്ചെടുക്കും, പിന്നെ കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ഏട്ട പരിപാടി ഉള്ളത്. നമ്മള് വീടെത്താറായി. നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കും. അച്ഛപ്പ വിളിച്ച് കുറച്ച് മുന്നേ വെച്ചുള്ളൂ കേട്ടോ. ഇവിടെ ചോറിനാറേ എന്റെ എത്താറ് വൈകി ചോദിച്ചിട്ട്. അച്ഛൻ എന്താ അവിടെ? ഞങ്ങൾക്കറി. ഞാൻ കടലക്കറി വാങ്ങിച്ചു. പപ്പടം നല്ല രസമുണ്ട് കേട്ടോ ഗ്രീൻ ബീൻസ് കറി. കടലക്കറി ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞ. പായസം ഉണ്ടാക്കാട്ടെ ഞാൻ. അമ്മ തരില്ല തുടയ്ക്കുന്നു. അമ്മ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, സദ്യക്കുള്ളതും. ഞാൻ വരുമ്പോഴാണ് പാല് വാങ്ങിച്ചത്. പാലും പാലരാക്കിറ്റും ഭാഗ്യത്തിന് കുറേ ഒരൊറ്റ കടകള് തുറക്കാതെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലാവും പായസം.
അങ്ങനെ പുട്ട് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. തീരെ വിശക്കുണ്ടായിരുന്നില്ല, പക്ഷെ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാൻ നേരം വൈകിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛനൊക്കെ രാവിലെ ചായ കുടിച്ചായിരുന്നു. അപ്പം അച്ഛൻ ഭക്ഷണം കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ദൃശ്യം കുറച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മ എല്ലാ സദ്യകളും സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, ഉപ്പേരി, അവിയല്, പിന്നെ അതുപോലെ തന്നെ എലിശ്ശേരി, അച്ചാറ്, അങ്ങനെ വേണ്ട സദ്യക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാരണം എനിക്കിതൊന്നും അറിയേണ്ട ഒരു ആവശ്യം വന്നില്ല കേട്ടോ. നേരെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക, അങ്ങനെയായിട്ടോ ഉണ്ടായത്. പിന്നെ ഈ ഇലയിൽ പായസം ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറുണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും പായസം ഉണ്ടെങ്കിൽ ആ ഇലയിൽ തന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ പിന്നെ അമ്മയുടെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് അടിച്ചു കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. ഞങ്ങൾ പുട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാറായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിടക്കാണ്. ഇനിയിപ്പോ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ചേച്ചി വരും തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പൊ രാധാകൃഷ്ണനൊക്കെ സൈഡായി. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പരിപാടിയുടെ അങ്ങോട്ടൊക്കെ പോവാണ്ട്. അപ്പൊ കുറച്ചു നേരം കിടക്കട്ടെ കേട്ടോ. ഈ ലൈറ്റ് കണ്ടോ? ഇന്നലെ ഞാൻ സെറ്റ് ആക്കിയതായിരുന്നു, പക്ഷെ ഉണ്ടല്ലോ ഇത് ഒട്ടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ കുറച്ച് കൊളായി, പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചതാ, പക്ഷെ കുറച്ച് കൊളായി പോയി. സെറ്റ് ആക്കണം ഇത്. പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒപ്പം ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പോയി ചട്ടിക്ക് മടിയായിട്ട് ഞാൻ അവിടേക്ക് തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടനാണ് ഇവർക്കൊക്കെ ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തല്ല, ഫ്രണ്ടിലെ റോട്ടിലാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ നിത്താരക്കുട്ടി സുന്ദരിയായിട്ട് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളേനെടുത്ത് കൊഞ്ചിക്കലായിരുന്നു, എല്ലാവരുടെയും പണി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടനൊക്കെ വെച്ചെങ്കിലും അച്ഛനൊക്കെ വെച്ചെങ്കിലും ഇവളേനെടുത്തിട്ട് ഇവൾക്ക് വെച്ചെങ്കിൽ ആരേനെയും ഒരു പരിചയക്കേടില്ല, എല്ലാവരുടെ അടുത്തേക്കും പോവും. ഇങ്ങനെ പറയാത്തവരെടുത്താൽ കരയുക, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ മൂപ്പത്തിക്ക്. അച്ഛൻ്റെ അടുത്തൊക്കെ കണ്ടില്ലേ, കൂളായിട്ട് ആളിരിക്കും കേട്ടോ. അങ്ങനെ അറിയാത്ത ഒരു പ്രശ്നം കാണിക്കും. ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലൻ്റെ തേജാപ്പിയൊക്കെ ഈ ഒരു സമയത്ത് ഒരാളുടെ അടുത്തേക്ക് പോവില്ല. ഞാൻ, അമ്മ, ചേച്ചി അവരുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. ഇവിടെ എല്ലാവരുടെ അടുത്തും പോയി നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കട്ടെങ്കിൽ നമ്മളെല്ലാവരും ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 2 മണിക്കാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഗൈസ്, അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചേച്ചി ചേട്ടനും എത്തിയിട്ടില്ല കേട്ടോ. അവരൊരു 2 മണിക്കാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4 മണി, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനോ ദർശനം കൂടി അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കാം. അമ്മയൊക്കെ പോയിട്ടാണ്. എന്തായാലും ഞങ്ങളോട് പോട്ടെ. ആദർശേട്ടൻ അച്ഛങ്ങ ചേച്ചിയും ചേട്ടനും വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാം കേട്ടോ. ഞാൻ അച്ഛങ്ങടെ ഇറങ്ങും ചെയ്തു. പിന്നെ ഇത് നമ്മുടെ മാളു അച്ചു ആ ടീംസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടോട്ടെ വരണേ. കാരണം ഇവർക്ക് ഇനി ഓരോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ സെറ്റ് മുണ്ട് എടുത്തിട്ട് ഇതാക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ സൂര്യേച്ചി വന്നില്ലേ എന്നൊക്കെ ആയിട്ട് ചോദിക്കുന്നത് അവൾ. അപ്പോൾ ആദർശേട്ടൻ അച്ഛൻ ഞാൻ കുറേ വട്ടമായി വിളിക്കും, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. മഴ കൊണ്ടോന്ന് തോന്നണു. ചുള്ളൻ സുട്ടപ്പൻ മഴ. മഴ പെയ്തു ഗൈസ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കയറി നിന്നു കേട്ടോ. അങ്ങനെ തേജാപ്പിനെ എടുത്തിട്ട് തേജാപ്പിനെ അച്ഛൻ ആദർശേനെ കാണുമ്പോൾ നാണം വരികയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വീട്ടിലിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ അപ്പോഴേക്കും അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പരിപാടി, നമ്മുടെ കനാലിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാൻ കേട്ടോ. പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികള് ഇങ്ങോട്ട് വരേണ്ടതാണ്.
അങ്ങനെ നമ്മളെല്ലാവരും ഇതേ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും മഴ നന്നായി കൂടി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇതേ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് മാറിയിരുന്നു കേട്ടോ. ആരും പോകുകയൊന്നും ചെയ്തില്ല, കാരണം പരിപാടി എന്തായാലും അടിപൊളി ആക്കണം എന്നുള്ളൊരിത് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും മഴ വലിയ സീനൊന്നും ആയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങനെ തോർന്നു പോയിട്ടോ. ആ മതിൽ പൊളിഞ്ഞു വീണ അവിടെ കിടന്ന് പുതിയത് കെട്ടി കൊടുക്കാം മോനെ. മഴ പോയി. പിന്നെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന തിരുവാതിരക്കളിയായിരുന്നു. നമ്മുടെ അമൃതയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നമ്മുടെ അവിടുത്തെ ചേച്ചിമാരെ എല്ലാവരും കൂടിയിട്ടാണ് തിരുവാതിര കളിക്കുന്നത്. ഞാൻ +2 പഠിക്കുമ്പോഴാട്ടെ ലാസ്റ്റ് ഇവിടെ തിരുവാതിര കളിച്ചേക്കുന്നത്. പിന്നെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഞാൻ തീരെ കളിക്കാൻ പോകാറില്ല കേട്ടോ. എനിക്ക് കാണാനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പങ്കെടുക്കാൻ ഞാൻ കുറച്ച് മടി കാണിക്കും കേട്ടോ. ഞാൻ അതൊന്നും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ തേജാപ്പി അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പം അമ്മ അവനെ ഓരോ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ എല്ലാത്തിനും എന്നെപ്പോലൊക്കെ തന്നെയാണ്, കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറേ ഇങ്ങനെ പറയുന്നുണ്ട്, തേജോ നിൽക്ക് അമ്മമ്മ ഒപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ നിന്നു ഗൈസ്. അവന് താല്പര്യം ഉണ്ടേനും എന്നാലും ചെറിയൊരു മടി. അവന് മിഠായി പറക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എല്ലാവരും നോക്കുമോ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവൻ നിന്നു കേട്ടോ. അപ്പോൾ അമ്മി ഞാനൊക്കെ വേഗം പോയിട്ട് നിന്നു. ചേച്ചിനെ അവിടെ നോക്കിയിട്ട് കാണാമല്ലോ, ഇവള് അവളുടെ ഫ്രണ്ട്സിനാണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് വേണ്ടി ഞാൻ വേഗം അവളെ വിളിച്ചു വന്നു കേട്ടോ. അങ്ങനെ മിഠായി പറക്കണേൽ തേജിനും ഈ ഉണ്ണിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു മത്സരം വെച്ചു. അതിൽ ഈ ഉണ്ണിയാട്ട ജയിച്ചിട്ടുണ്ടായിരുന്നത് തേജുവിനേക്കാളും ഒരു മിഠായി കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊക്കെ ഇവിടെ കസാരിട്ടിട്ട് ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് പണിയണ്ട കാട്ടിയ പാട്ട് വെക്കുമ്പോ പറയണ്ടേ? ആദ്യം പുതിയ 1 2 3 ആയിട്ടില്ല. രണ്ടാളൗട്ടായി. രാഹുൽ ഞാൻ അത് പാവല്ലേ വിചാരിച്ചിട്ട് ഞാൻ തോറ്റു പോന്നതാട്ടോ. അതെ, ഈ സ്ട്രോ ഗെയിം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞുതരാം. കുട്ടികള് പാട്ട് കേട്ടിട്ട് നിക്കണേ, ഞാൻ വിസിലടിച്ചിട്ട് കാര്യമില്ല. സൂര്യയുണ്ടോ? അഞ്ചു ഗൈസ്, അപ്പോൾ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ വിനീഷേട്ടനൊക്കെ ഉണ്ട്, ചേച്ചിയൊക്കെ അവിടെ കേട്ടോ. ഇത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവാൻ നിൽക്കാം.
അങ്ങനെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പാലത്തിൻ്റെ അവിടേക്ക് ഞാൻ പോന്നു കേട്ടോ. അപ്പോൾ അവിടെ പരിപാടികളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറേ പാട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആദർശേട്ടനും വിനീഷേട്ടനും അമ്മയൊക്കെ കുറച്ച് നേരം വീട്ടിൽ പോയി അതിനിരുന്ന് ഞാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ മറ്റേ മറ്റേ ഇഷ്ടിക 2 കൈ കൊണ്ടും പിടിച്ചിട്ടുള്ള ഗെയിം അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു. അതിന് ശേഷം നമ്മളെല്ലാവരും വടംവലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ പാട്ട് വെച്ചിട്ട് അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അച്ചച്ചന്മാരും വലിയമ്മമാരും അതുപോലെ അച്ഛമ്മമാരൊക്കെ കൂടിയിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ നമ്മുടെ പ്രോഗ്രാമായ വടംവലിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് തുടങ്ങാറായിട്ട്. അപ്പോൾ ഞങ്ങളെ കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ഇറക്കുണ്ട്. ഇറക്കത്ത് വെച്ചിട്ടാണ് എപ്പോഴും വടംവലി ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അവിടെ കയറൊക്കെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. ഞാൻ ആദ്യം ചേച്ചിനെ കണ്ടപ്പോൾ ചേച്ചിയുടെ അടുത്താട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മ രാവിലെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വടം വലിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും വലിക്കാൻ നിൽക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളൊരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് സ്ഥലം മാറുമല്ലോ. അങ്ങനെ മാറാൻ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അമ്മ ഇതേ വടമൊക്കെ കൈ പിടിച്ചിട്ട് വരുന്നത്. അപ്പോഴാണ് അമ്മ വലിക്കാൻ നിന്നിട്ടുണ്ടെന്ന് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ അമ്മയൊക്കെ ഭയങ്കര എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് എന്താ നല്ല എഫേർട്ട് വേണ്ടേ. അപ്പോൾ ഇവർക്കൊക്കെ അമ്മയുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അമ്മ വടം വലിക്കുന്നതൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ അച്ഛനും ഒക്കെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര വൈബായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ തേജാപ്പിയുടെ സൗണ്ട് കേൾക്കും. തേജാപ്പി ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവരുടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് ചിലപ്പോൾ കേട്ടിരുന്ന് വരാട്ടോ. അമൃത ജയിച്ചു. അങ്ങനെ പെണ്ണുങ്ങളുടെ റൗണ്ട് കഴിഞ്ഞു. അതിൽ അമ്മയുടെ ഒക്കെ ടീമായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ആണുങ്ങളുടെ റൗണ്ടാണ്. അപ്പോൾ അതിൽ അച്ഛൻ വിനീഷേട്ടൻ അവരൊക്കെ ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഇവർ നല്ല വലിയ എഫേർട്ട് എടുത്ത് വലിക്കും ചെയ്യും. അതേപോലെ തന്നെ അച്ഛനും വിനീഷേട്ടനും 2 വട്ടം വീഴും ചെയ്തു. അച്ഛൻ 2 വട്ടം വീണു, വിനീഷേട്ടൻ 1 വട്ടം കൂടി വീണു. ഇങ്ങനെ സ്ഥലം മാറുമ്പോഴേ അങ്ങനെ ഇതും ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഭയങ്കര എനർജി ആയിട്ട് ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണത് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ ആദർശേട്ടനെ കുറേ എല്ലാവരും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ അച്ഛൻ ചെറിയ പേടിയുണ്ട്. പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാൻ പോയില്ല. കാരണം ആദർശേട്ടൻ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടേ വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. കാരണം കാലൊരഞ്ഞിട്ടോ കൈ ഒരഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടോ മുട്ടിയിട്ടോ എന്തായാലും അങ്ങനെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്താ പറയുക, അയ്യോ എനിക്ക് വേദനിക്കുന്നേ, അയ്യോ എനിക്ക് ഇങ്ങനെ വയ്യേ അങ്ങനെ വയ്യേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ പിന്നെ അതും എനിക്ക് ടെൻഷനാവും. പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റ് റൗണ്ടിൽ അച്ഛൻ്റെയും വിനീഷേൻ്റെയും ടീം ഇങ്ങനെ വലിച്ചെടുത്ത് സെറ്റായിട്ടോ. അങ്ങനെ ഇവരും ജയിച്ചു. വടംവലി ലാസ്റ്റ് റൗണ്ട് ആകുമ്പോഴേക്കും മഴ തുടങ്ങിയിട്ടാണ്. നല്ല മഴയും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മഴയായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ കയറിയിട്ടോ. അപ്പോൾ കുറേ നേരം ഇവിടെയും വർത്താനം പറഞ്ഞ് നിന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ നന്നായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് സമ്മാനം എൻ്റെ കുളി കഴിഞ്ഞു. വീട്ടിൽ വന്ന് വേണ്ടിയിട്ട് കുളിച്ച് കിടക്കാൻ നമ്മുടെ പഴയ മാക്സി ഉണ്ടായിരുന്നു. എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട്, ഭയങ്കര കംഫർട്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആകെ ധരച്ച് പോയി.
പിന്നെ അത് ഞങ്ങളുടെ അടുത്ത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സുഖം. അങ്ങനെ വീട്ടിലെത്തി ഞാൻ കിടന്നതിന് ശേഷമാണ് ഇവള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അവളെ അമ്മയ്ക്ക് ഇതേ ഡ്രസ്സൊക്കെ ഓണക്കോടി കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനിടയിൽ സർപ്രൈസ് ആയിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. മുന്നേ കല്യാണത്തിന് മുന്നേയൊക്കെ എല്ലാ വർഷവും എനിക്ക് വിനീഷേട്ടനും ചേച്ചി വാങ്ങിച്ചു തരാറുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വർഷവും പിന്നെ നമ്മൾ അങ്ങനെയാണ്, ഫസ്റ്റത്തെ വർഷമാണ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എനിക്ക് സർപ്രൈസ് ആയിട്ട് ആദർശേട്ടനും എനിക്ക് ഒരു ടോപ്പും എനിക്കൊരു ടോപ്പും ആദർശേട്ടനും ഒരു ഷർട്ട് എടുത്തിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കുളിച്ചു മാറ്റി കിടക്കേണ്ടതായിട്ട് എനിക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.